കണ്ണൂർ കല്യാട്ട് കവർച്ച നടന്ന വീട്ടിലെ യുവതിയെ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി എന്ന് വാർത്ത വരുന്നു. വായിൽ ഡിറ്റനേറ്റർ പൊട്ടിച്ചാണ് ദർശിതയെ കൊലപ്പെടുത്തിയത്. മോഷണം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ യുവതിയെ കർണാടകയിലെ സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്ത് സിദ്ധരാജു പിടിയിലായി. അരുൺ പൊപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചോ? SKN അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു കേസാണിത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട് സ്വദേശിയായിട്ടുള്ള സുമതയുടെ വീട്ടിൽ നിന്നും 30 പവൻ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയും മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരിക്കൂർ CAയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ച വിവരം, അന്നേ ദിവസം തന്നെ ആ വീട്ടിൽ ഈ സുമതയുടെ മകൻ്റെ ഭാര്യ ദർശിത അന്നേ ദിവസമാണ് കർണാടകയിലേക്ക്, ദർശിതയുടെ സ്വദേശം കർണാടകയിലാണ്, കർണാടകയിലെ ഹുൻസൂരിലാണ് ദർശിതയുടെ സ്വദേശം. അങ്ങോട്ടേക്ക് കുട്ടിയുമായി ഈ മോഷണം നടന്ന അതേ ദിവസം തന്നെ പോയി എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. അതിൽ ചില അസ്വാഭാവികതയുണ്ടെന്നും അതിൽ സംശയം പോലീസിന് തോന്നി. തുടർന്നാണ് ഈ ദർശിതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചത്. അതൊടുവിൽ എത്തി നിന്നത് ഇന്നലെ ഈ കർണാടക സാലിഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഈ യുവതി ദർശിത കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് കേരള പോലീസിന് ലഭിച്ചത്. അത് കൊലപ്പെടുത്തിയത് ഹുൻസൂർ സ്വദേശി തന്നെയായിട്ടുള്ള മറ്റൊരു യുവാവാണ്, ഈ ദർശിതയുടെ സുഹൃത്താണ് എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചു. ഉടൻ തന്നെ ഇരിക്കൂർ പോലീസ് സംഘം കർണാടകയിലെ സാലിഗ്രാമത്തിലേക്ക് എത്തി. തുടർന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് ദർശിത ഈ മോഷണം നടന്ന അന്നേ ദിവസം തന്നെ ഹുൻസൂരിലെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ഈ ആൺ സുഹൃത്തിനൊപ്പം സാലിഗ്രാമത്തിലെ ഈ ലോഡ്ജിലേക്ക് പോയി അവിടെ മുറിയെടുത്തു. അവിടെ വച്ച് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ആൺസുഹൃത്ത് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അത് അതിക്രൂരമായ നിലയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തു വായിൽ തിരുകി, അങ്ങനെയാണ് അത് പൊട്ടിത്തെറിച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇനി അറിയേണ്ടത്, ഈ സ്വർണ്ണാഭരണങ്ങളും ഈ പണവും കവർന്നത് ഇവർ തന്നെയാണ്, ദർശിതയും ആൺസുഹൃത്തും ചേർന്ന് അങ്ങനെ ഒരു പ്ലാൻ ചെയ്താണോ ഈ സ്വർണ്ണാഭരണങ്ങൾ കവർന്നിവർ കർണാടകയിലേക്ക് പോയത് എന്നതാണ് അറിയേണ്ടത്. ഈ ആൺസുഹൃത്ത് ഇവിടെ സിദ്ധരാജു ഇവിടെ ഈ കല്യാട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ, ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ സ്വർണവും പണവും ഇതുവരെ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ യുവാവിനെ കേരള പോലീസിന് കൈമാറിയത്. കർണാടക പോലീസിൻ്റെ സഹായത്തോടെയാണ് അയാളെ പിടികൂടിയത്. ഇനിയിപ്പോൾ ഇരിക്കൂറിലെത്തിച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിലൂടെയായിരിക്കും ഈ മോഷണത്തിൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നൊരു വലിയ കവർച്ച, ആ കവർച്ചയ്ക്ക് പിന്നാലെ അന്വേഷണത്തിനൊടുവിൽ ക്രൂരമായൊരു കൊലപാതകം, അതേ വീട്ടിലെ തന്നെ ഗൃഹനാഥയുടെ മരുമകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദുരൂഹത ഇനിയും നീങ്ങാനുണ്ട്. അതിന്റെ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.